Entrance Physics 67 അത് അറ്റോമിക് ആൻഡ് ന്യൂക്ലിയർ ഫിസിക്സിലെ തിയറി മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ചില ചോദ്യങ്ങൾ. ഞാനിത് ചോദ്യങ്ങൾ ചർച്ച ചെയ്ത് വരുന്നേ ഉള്ളൂ. അടുത്ത പോസ്റ്റിങ്ങുകളൊന്നുമില്ല, നമ്മൾ ക്വസ്റ്റ്യൻസ് തന്നെയാകും ചർച്ച ചെയ്യുക. അതിൻ്റെ കൂടെ അതിൻ്റെ പ്രിൻസിപ്പിളെല്ലാം സമയത്തിനനുസരിച്ച് വിശദീകരിക്കാം. ഫസ്റ്റ് വൺ, അക്കോർഡിംഗ് ടു Bohr's theory, the acceleration of electron in hydrogen atom in the orbit of radius r, a proportional to 1 by r square, b proportional to 1 by r, c proportional to 1 by r cube, d proportional to r. ബോർ തിയറി അനുസരിച്ച് ഹൈഡ്രജൻ ആറ്റത്തിൽ ആർ റേഡിയസിൽ കറങ്ങുന്ന ഒരു ഇലക്ട്രോണിൻ്റെ ആക്സിലറേഷൻ, ഇതിലേത് റിസൾട്ടാ സത്യമാവുന്നത്? നമുക്കറിയാം, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ, സർക്കുലർ ഓർബിറ്റൽ. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ അവിടെ പ്രോട്ടോണും ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²/r ഈക്വൽസ് 1/4πε0 9 × 10⁹ into q1 q2 plus c into minus e²/r², or v²/r എന്ന് പറയുമ്പോൾ ദിസ് ബൈ m 9 × 10⁹ m into e²/r². ഇതെല്ലാം കോൺസ്റ്റൻസാണ്. v²/r എന്ന് പറയുന്നതാണല്ലോ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ഇവിടെ ചോദിച്ചിരിക്കുന്ന ആക്സിലറേഷൻ അതാ. സോ ആക്സിലറേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r². അതാണ്. ഇതപ്പോൾ എഴുതിയൊന്നും നോക്കണ്ട, പെട്ടെന്ന് തലേ കൂടെ പാസ് ചെയ്യും സംഗതികൾ വിവരമുണ്ടെങ്കിൽ. അടുത്ത ചോദ്യം, ദി റേഷ്യോ ഓഫ് ദി ലോങ്ങസ്റ്റ് to the longest wavelengths in the Balmer series of hydrogen spectrum: A 16/5, B 5/4, C 9/5. A 6/5, B 5/4, A 4/5, B 5/4, C 9/5, D 5/9. നമുക്കറിയാം, ബാമർ സീരീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വേവ് ലെങ്ത് കാണാനുള്ള ഫോർമുല 1/λ ഈക്വൽസ് റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് RH × 1/2², 1/4 - 1/n², വേറെ n ഈക്വൽസ് 3, 4, 5 etc. അതിൽ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ ലാംഡ കൂടിയിരിക്കുക എന്ന് പറയുമ്പോൾ 1/λ കുറഞ്ഞിരിക്കണം. 1/λ കുറഞ്ഞിരിക്കണമെങ്കിൽ ഈ ഫാക്ടർ കൂടിയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ മാക്സിമം വാല്യൂ n3 വരുമ്പോഴാണ്. അപ്പോൾ 1/3². സോ 1/λ ലോങ്ങസ്റ്റ് ഈക്വൽസ് RH × 1/4 - 1/3² or 1/9. That is RH × 5/36. ഇനി 1/shortest, ലാംഡ ഷോർട്ടസ്റ്റ് എന്ന് പറയുമ്പോൾ n∞, ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ നിന്ന് സെക്കൻഡ് ഓർബിറ്റിലോട്ട് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുന്നതായിട്ട് എടുക്കണം. അപ്പോൾ 1/λs ഈക്വൽസ് RH × 1/4 - 1/∞. 1/∞ 0. സോ ഓർ 1/λs ഈക്വൽസ് RH × 1/4. എങ്കിൽ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ λL/λs ഈക്വൽസ് RH × 1/4 ഡിവൈഡഡ് ബൈ ദിസ്. അപ്പോൾ ഇൻറ്റു ഇത് തിരിച്ചിട്ട് 36/5RH. RH പോയിട്ട് ആൻസർ 9/5 എന്ന് വരും. ആൻസർ ഈസ് 9/5. Another one. The energy levels in electron volt of a one electron atom, bracket in not hydrogen, is given by
18 by n square, 18 by n square. What is the photoelectric threshold of this atom? ഇവിടെ എനർജി -18/n² എന്ന് തന്നിട്ടുണ്ട്. ഈ എനർജി 0 ആക്കുന്നതിന് ആവശ്യമായ എനർജി കൊടുക്കുന്ന റേഡിയേഷനാണ് ഇതിൻ്റെ ത്രഷോൾഡ്. ഇത്ര എനർജി ഉണ്ടെങ്കിൽ ഷെല്ലി കറങ്ങിക്കൊണ്ടിരിക്കും. ഇതിനെ ഷെല്ലിൽ നിന്ന് പുറത്ത് ചാടിക്കുക എന്ന് പറയുമ്പോൾ ഇതിന് എനർജി അങ്ങ് 0 ആക്കുക. ഈ നെഗറ്റീവ് എനർജിയെ 0 ആക്കുമ്പോൾ അത് സ്വതന്ത്രമായി അതിന് കൊടുക്കേണ്ട എനർജി ആ ത്രഷോൾഡ് എനർജി അല്ലെ വർക്ക് ഫങ്ഷൻ, അത് പ്രൊവൈഡ് ചെയ്യുന്ന റേഡിയേഷൻ്റെ വേവ് ലെങ്ത് ആ ത്രഷോൾഡ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ത്രഷോൾഡ് ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫങ്ഷൻ ഇവിടെ 18 ഇലക്ട്രോൺ വോൾട്ടാണ്. അത് പ്രൊവൈഡ് ചെയ്യുന്ന റേഡിയേഷൻ്റെ വേവ് ലെങ്ത് ആ ത്രഷോൾഡ് വേവ് ലെങ്ത്. അങ്ങനെ E=h or hc/λ. ഇലക്ട്രോൺ ഇതിപ്പോൾ ജൂളിലാണ്. ഇതിനെ ഇലക്ട്രോൺ വോൾട്ട് ആക്കണമെങ്കിൽ E കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഈക്വൽസ് അപ്പോൾ ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ എനർജിയുടെ സ്ഥാനത്ത് ഇലക്ട്രോൺ ചാർജ് കൊണ്ട് ജൂളിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് ഇലക്ട്രോൺ വോൾട്ട് ജൂളാകും, ഇലക്ട്രോൺ വോൾട്ടാകും. അപ്പോൾ 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ ഈ ജൂളാണ്. അപ്പം ജൂളിനെ ഇലക്ട്രോൺ വോൾട്ടിനെ ജൂളാക്കണമെങ്കിൽ ഈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്നത് എനർജി -18.n² ഇൻ ഇലക്ട്രോൺ വോൾട്ടാണ്. 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ ജൂൾ. 1.6 × 10⁻⁹ ജൂൾ. അതായത് ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയോ ആ ചാർജ് നമ്പർ ജൂളാക്കി പറയുന്നത് ആ ഒരു ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ഈ ഇലക്ട്രോൺ വോൾട്ടിനെ ജൂളാക്കണമെങ്കിൽ ഈ കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. hc/λ എന്ന് പറയുന്നത് ജൂളില്ല. അപ്പോൾ ഈയും ജൂളിലായിരിക്കണം ഇവിടെ ഇപ്പോൾ. അപ്പോൾ സ്മോൾ ഇ കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചാർജ് ഇലക്ട്രോണിൻ്റെ ചാർജ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ഇവിടുന്ന് ചുരുക്കത്തിൽ λ hc/E. ജൂളാക്കുമ്പോൾ E × ചാർജ് നമ്പർ. h 6.6 × 10⁻34 × c is 3 × 10⁸ by E 18 ഇലക്ട്രോൺ വോൾട്ടാണ്. ഇൻറ്റു ജൂളാക്കുമ്പോൾ ഇൻറ്റു E 1.6 × 10⁻⁹. That is 690 × 10⁻10 or 690 angstrom units. 690 × 10⁻10 മീറ്റർ എന്നാണ് കിട്ടുന്നത് നേരിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അതിനെ ആങ്സ്ട്രോം യൂണിറ്റ് ആക്കുമ്പോൾ 690 ആങ്സ്ട്രോം യൂണിറ്റ്. Another one. A radioactive element disintegrates for a period of time equal to its average life or mean life. What fraction of the original amount remains? B. What fraction will have disintegrated? അതായത് ഹാഫ് ലൈഫ്, മീൻ ലൈഫ് അല്ലെ ആവറേജ് ലൈഫ് എത്രയാണോ അത്രയും സമയം ഡിസിൻറ്റഗ്രേഷൻ നടന്നാൽ അവശേഷിക്കുന്നത് എത്ര ഫ്രാക്ഷൻ, ഒറിജിനൽ എമൗണ്ടിൻ്റെ എത്ര ഫ്രാക്ഷൻ റിമെയിൻ ചെയ്യുക, അവശേഷിക്കും. എത്ര ഫ്രാക്ഷൻ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും, ഇതാണ് ചോദ്യം. അതിൽ ഡിസിൻറ്റഗ്രേഷൻ ഫോർമുല ഉപയോഗിച്ചാൽ മതിയല്ലോ. n = n0 × e⁻⁻t. e⁻⁻t എന്നുള്ള 1/e⁻+λt. അപ്പോൾ n0/e⁻+λt. ഇവിടുന്ന് n/n0 എന്ന് പറഞ്ഞാൽ 1/e⁻λt. ഇവിടെ t മീൻ ലൈഫാന്ന് പറയുന്നുണ്ട്. മീൻ ലൈഫ് എത്രയോ അത്രയും സമയത്തേക്ക് ഡിസിൻറ്റഗ്രേഷൻ നടന്നാൽ എന്നാണ് ചോദിക്കുന്നത്. മീൻ ലൈഫിൻ്റെ വാല്യൂ 1/λ. ആവറേജ് ലൈഫ് ഫോർ മീൻ ലൈഫ് ഈസ് 1/λ. So e⁻λ into 1/λ or e⁻1. That is 1/e. 1/e എന്ന് പറഞ്ഞാൽ 0.368. ഈ 1/e ഒക്കെ അറിഞ്ഞിരിക്കണം എപ്പോഴും. 1/e is 0.368. അപ്പോൾ e എന്ന് പറഞ്ഞാൽ 2.7 സംതിങ്.
അത് വെച്ചുകൊണ്ട് 1/E കണ്ടുപിടിച്ച് അത് വാല്യൂ അറിഞ്ഞുകൊണ്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്. 1/Eയുടെ വാല്യൂ 0.368 അല്ലെങ്കിൽ 36.8%. ഇത് ഞാൻ ക്വസ്റ്റനായിട്ട് പോയിൻ്റായിട്ട് തരുന്നതാണ്. ഇനി എത്ര ഫ്രാക്ഷൻ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോയിട്ടുണ്ടെന്ന്. ആകെ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ആകെ ടോട്ടൽ ഒന്നെന്നല്ലേ എടുക്കണ്ടേ? 1 അവശേഷിക്കുന്ന n/n0 എങ്കിൽ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോയത് 1 മൈനസ് n/n0. ഇറ്റ് ഈസ് 1 മൈനസ് 0.368 ഓർ 0.632. അത്രയുമാണ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോയത്. കൂടുതൽ വളരെയധികം ചോദ്യങ്ങൾ ഞാൻ റേഡിയോ ആക്ടിവിറ്റിയിൽ നേരത്തെ ചില പോസ്റ്റിങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അത് തപ്പിയെടുത്ത് കാണാൻ ശ്രമിക്കുക. വി വിൽ സീ മോർ ക്വസ്റ്റ്യൻസ് ഇൻ കമ്മിങ് പോസ്റ്റിങ്സ്. താങ്ക് യു.